ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൃഷ്ണകിരീടം എന്ന ഈ ചെടിയെക്കുറിച്ചാണ് കേട്ടോ. നമുക്ക് ഓണക്കാലത്ത് പൂക്കളിടാൻ വേണ്ടിയിട്ട് ഒരുപാട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആട്ടോ ഈ കൃഷ്ണകിരീടം. നമ്മുടെ പറമ്പിലും അതുപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ തന്നെ കേരളത്തിൽ ഉടനീളം കുറച്ച് തണൽ ഇഷ്ടപ്പെടുന്ന ചെടിയും കൂടിയാണ് കേട്ടോ. ഉടനീളം ഈ പ്ലാന്റ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മരച്ചെടിയാണ് കേട്ടോ. കുറച്ച് ഹൈറ്റിൽ വരുന്ന ഒരു മരച്ചെടിയാണിത്. ഒരുപാട് ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ ഒരു കൃഷ്ണകിരീടം എന്ന ഈ ഒരു ചെടി. ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ ഒരു ചെടിയെ നമ്മൾ പറയുന്നത് കൃഷ്ണമുടി ചെടി എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കൃഷ്ണകിരീടം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിന് ഹനുമാൻ കിരീടം, അതുപോലെ തന്നെ പെഗോഡ എന്നിങ്ങനെ പല പേരിലും, പല നാട്ടിലും പല പേരിലാണ് കേട്ടോ ഈ ഒരു ചെടി അറിയപ്പെടുന്നത്. നല്ല ഗ്രീൻ ലീഫാണ് കേട്ടോ. ഇതിന് നല്ല വലിപ്പമുള്ള ഗ്രീൻ ലീഫാണ്. അതിൽ ഓറഞ്ചും റെഡും കളർന്നിട്ടുള്ള ഈ ഒരു പൂവ്. ഇത് കുറച്ച് ചെറിയൊരു പൂവാണ്. ഇതിനെക്കാട്ടും വലിയ പൂവാണ് ഉണ്ടാവും കേട്ടോ. ഒരു അരഞ്ച് നീളത്തിലൊക്കെ ഇതിൻ്റെ ഫ്ലവറിങ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞാണ് മുകൾ ഭാഗത്ത് പൂക്കൾ വിരിയുന്നത് കേട്ടോ. ഒറ്റയടിക്ക് നമുക്ക് ഈ ഒരു പൂക്കൾ വിരിഞ്ഞ് കാണുന്നില്ല. ഇതിൻ്റെ താഴ്ഭാഗത്ത്, അതായത് ഈ ഒരു താഴ്ഭാഗത്ത് നമുക്ക് പൂക്കൾ വിരിയുമ്പോൾ അതിൻ്റെ ശേഷമാണ് അടുത്ത തട്ടായിട്ടാണ് ഇതുള്ളത് കേട്ടോ. ഒരു കിരീടം പോലെ തന്നെ തോന്നിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ മഞ്ഞയും ബ്ലാക്കും ഒക്കെ ചിത്രശലഭം വന്നു കേട്ടോ. അതായത് ചിത്രശലഭങ്ങൾക്ക് ഒരുപാട് തേൻ കിട്ടുന്ന ഒരു പൂവും കൂടിയാണ് ഈ ഒരു കൃഷ്ണകിരീടം എന്ന പൂവ് കേട്ടോ. നമ്മളെ കണ്ടിട്ടൊന്നും ഈ ഒരു ചിത്രശലഭം മാറുന്നില്ല. അതായത് അവർക്ക് അവരെ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് തേൻ കൊടുക്കുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു കൃഷ്ണകിരീടം. ഇതൊരു ഔഷധ സസ്യമാണെന്ന് എനിക്കറിയില്ല, മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് അറിയില്ല. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇതൊരു ഔഷധ സസ്യമാണ്. ഇതൊരു പറമ്പിലാണ് കേട്ടോ. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു പറമ്പിലാണ് ഇതുള്ളത്. നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇതിന് പഗോഡ എന്ന പേരും കൂടി ഉണ്ട് കേട്ടോ. പഗോഡ എന്ന പേര് എന്ന് പറയുന്നത് ബുദ്ധൻ്റെ സ്തൂപം, ബുദ്ധസ്തൂപക്കത്തിനൊക്കെ എങ്ങനെ ഉണ്ടാവില്ലേ, ആ ഒരു സ്തൂപം കൂടി ആകൃതി ആയതുകൊണ്ട്, അതായത് താഴ്ഭാഗത്ത് കുറച്ച് വീതി കൂടിയിട്ട് മുകൾ ഭാഗത്തേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞും കൊണ്ട് ഒരു സ്തൂപം പോലെ, അതുകൊണ്ട് ഇതിന് പഗോഡ ഫ്ലവർ എന്നും ഇതിന് പറയാറുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള നെയിം എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പറയുന്നത് ഇതിന് കൃഷ്ണകിരീടം എന്ന ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതൊരു 6 മാസത്തെ നമുക്ക് ഈ പൂക്കൾ വാടാതെ കിട്ടും കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തൊക്കെ ഇതിൻ്റെ ഫ്ലവറിങ് ഇങ്ങനെ കണ്ടില്ലേ, കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു 6 മാസത്തോളം നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് 6 മാസ പൂക്കൾ എന്നും ഇതിന് പേര് പറയുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ഉടനീളം നമ്മൾ കണ്ടുവരുന്ന ഒരു ഈ ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ഈ പ്ലാന്റ് നമ്മൾ നിസ്സാരമാക്കി കളയരുത്. കാരണം ഇത് നമ്മുടെ ഗാർഡനിൽ ഒരുപാട് പൂക്കൾ നമ്മൾ ഗാർഡനിൽ വളർത്തുന്നുണ്ട്. എല്ലാ ചെടികളൊക്കെ വളർത്തുമ്പോൾ നമുക്ക് ഈ ഒരു ചെടിയൊക്കെ നമുക്ക് പറമ്പിലാണുള്ളത്. നമ്മളത് വീട്ടിൽ നമ്മളെ ഗാർഡനിൽ വളർത്താത്തത്. ഇതൊരു മരച്ചെടിയാണ്. പക്ഷേ മരച്ചെടിയാണെന്ന് ഒരുപാട് ചെടികളൊക്കെ നമ്മൾ ഗാർഡനിൽ വളർത്തുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചട്ടിയിലൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് മതിലിൻ്റെ അരികിലൊക്കെ നമുക്ക് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 മാസത്തോളം പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആട്ടോ. എൻ്റെ വീട്ടിലില്ല, ഞാൻ വേറൊരു വീട്ടിൽ നിന്നാണ് ഈ പ്ലാന്റ് എടുക്കുന്നത്. ഞാനിപ്പോൾ എറണാകുളത്താണുള്ളത്. അപ്പോൾ എറണാകുളത്ത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ബാക്കിലാണ് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ഞാൻ കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം എന്ന് തോന്നിയതാണ്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് ഓണക്കാലത്ത് പൂക്കളിടുന്ന മുമ്പൊക്കെ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഓണക്കാലത്ത് പൂക്കളിടുമ്പോൾ ഇത് തുമ്പയും ഈ പൂവൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ കാണാമായിരുന്നു അല്ലേ. ഈ ഒരു പൂവൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് കാണാമായിരുന്നു. ഹനുമാൻ്റെ കിരീടം പോലെ തോന്നിക്കുന്നത് കൊണ്ട് ഹനുമാൻ കിരീടം, അതുപോലെ തന്നെ കൃഷ്ണ കിരീടം എന്നിങ്ങനെ, അതുപോലെ തന്നെ ഒരുപാട് കാവടി പൂവ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പേരുകൾ ഇതിനുണ്ട് കേട്ടോ. തണൽ കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണിത്. പിന്നെ യാതൊരു ശല്യങ്ങളും ഈ ഒരു ചെടിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു കൃഷ്ണ കിരീടം എന്നൊരു വീഡിയോ, അല്ലെങ്കിൽ ഈ പൂവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്യുക.
അപ്പോൾ ഈ ഫ്ലവറിങ് എല്ലാവർക്കും ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.